വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. ഇന്ന് നമുക്ക് ടേപ്പസ്ട്രിയുടെ സെക്കൻഡ് വീഡിയോ ചെയ്യാം. ടേപ്പസ്ട്രി നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതാണ്. അപ്പം അതിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് സെക്കൻഡ് വൺ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ടേപ്പസ്ട്രി വീഡിയോയിൽ ലൂം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ വൈൻഡ് ചെയ്തെടുക്കുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഞാനിവിടെ കാർഡിലിടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ലൂം വൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ബ്ലൂ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതൊരു മൾട്ടി കളർ ത്രെഡാണ്. അപ്പോൾ നമുക്കത് വൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ലൂം വൈൻഡ് ചെയ്തെടുത്തു. നമുക്ക് സെയിം കളർ ത്രെഡ് തന്നെ വെച്ചിട്ട് 2-3 ലെയർ നമുക്കിങ്ങനെ വീവ് ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വീവ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടേപ്പസ്ട്രി വീഡിയോയിൽ നമ്മൾ താഴെ ടാസിൽസ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. ഈ പ്രാവശ്യം നമുക്ക് ഫ്രിഞ്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ക്രീം കളറ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. 2 പീസ് ഒരേ ലെങ്ത്തുള്ള ത്രെഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ ലെങ്ത്ത് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് ലാസ്റ്റ് നമുക്കത് ഷേപ്പ് ചെയ്യുമ്പം ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഏകദേശം എനിക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 വെർട്ടിക്കൽ ത്രെഡിൻ്റെ മുകളിലേക്ക് അത് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള ത്രെഡിൻ്റെ അടിയിലൂടെ നമ്മൾ ആ 2 ത്രെഡ് മെല്ലെ വലിച്ച് മുകളിലേക്ക് എടുക്കുക. റൈറ്റ് സൈഡിൽ ചെയ്ത് കൊടുത്ത പോലെ തന്നെ നമുക്കിനി ലെഫ്റ്റ് സൈഡിലും ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ആ 2 ത്രെഡ് മെയിൻ ത്രെഡിൻ്റെ അടിയിലൂടെ നമ്മൾ എടുക്കുകയാണ്. അതിനുശേഷം മെല്ലെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് പതുക്കെ ത്രെഡ് വലിച്ച് താഴത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്രിഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് താഴ്വശം മുഴുവനും ഫ്രിഞ്ചസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ഫ്രിഞ്ച് ആഡ് ചെയ്ത് കൊടുത്തത് ഫസ്റ്റ് വെർട്ടിക്കൽ ത്രെഡും അതുപോലെ തന്നെ സെക്കൻഡ് ത്രെഡും ഉപയോഗിച്ചാണ്. ഇനി നമ്മൾ സെക്കൻഡും തേർഡും വെച്ചിട്ടാണ് ഇതുപോലെ ഫ്രിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ സെക്കൻഡ് ഫ്രിഞ്ച് ആഡ് ചെയ്തു. ഇനി നമുക്ക് എത്ര ഫ്രിഞ്ച് വേണോ അതിനനുസരിച്ച് നീളത്തിൽ ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ താഴെ ഫുള്ള് നീളത്തിലായിട്ട് ഫ്രിഞ്ചസ് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഫ്രിഞ്ചസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എവിടെ വെച്ചാണോ ആ ത്രെഡ് നിർത്തിയത് അതേ ത്രെഡ് തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് മുകളിൽ 2 ലെയർ വീവ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രിഞ്ചസ് കറക്റ്റായിട്ട് അവിടെ ലോക്കായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് പാറ്റേൺ ചെയ്ത് തുടങ്ങാം. പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ ത്രെഡും അതുപോലെ യെല്ലോ കളറും ആണ് യൂസ് ചെയ്യുന്നത്. താഴെയായിട്ട് ഗ്രീൻ കളറും മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് യെല്ലോ കളറും വെച്ച് കൊടുക്കാം. ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് വീവ് ചെയ്തെടുക്കാം. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെ വീവ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റാർട്ടിങ്ങിലുള്ള 2 വെർട്ടിക്കൽ ത്രെഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ വീവ് ചെയ്ത് തുടങ്ങാം. ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ത്രെഡ് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റി നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് ഫോം ചെയ്തെടുക്കാം. ഓരോ വെർട്ടിക്കൽ ത്രെഡിലും 2 ലെയർ ഹൊറിസോണ്ടലി വീവ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ട്രയാങ്കിൾ ഫുള്ള് വീവ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ത്രെഡ് നമുക്കതിനോട് ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ചെയ്ത് കെട്ടണ്ട, നമുക്കിത് മുകളിലേക്ക് നീക്കാനുള്ളതാണ്. ബാക്കി വരുന്ന സൈഡ് പോർഷനെല്ലാം നമ്മൾ ലൈറ്റ് ബ്ലൂ കളർ ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ഫിൽ ചെയ്തെടുക്കും. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലായിട്ട് സെയിം ട്രയാങ്കിൾ യെല്ലോ കളറിൽ ചെയ്ത് വെക്കാം. മുകളിലത്തെ ട്രയാങ്കിൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് വീവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വീവ് ചെയ്തെടുക്കാം.
നമ്മുടെ യെല്ലോ ട്രയാങ്കിളും കംപ്ലീറ്റ് ചെയ്തു. ബാക്കി വന്ന ത്രെഡ് നമുക്ക് അതിനോട് ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻ ലൈറ്റ് ബ്ലൂ കളർ ഫിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ താഴെ ആഡ് ചെയ്തതുപോലെ തന്നെ ഫ്രിഞ്ച് നമുക്ക് മുകളിലും ചെയ്ത് കൊടുക്കാം. താഴത്തെ ഫ്രിഞ്ചിൻ്റെ അത്രയും ലെങ്ത്തിൽ നമുക്ക് കൊടുക്കണ്ട, ചെറിയൊരു ഫ്രിഞ്ചാണ് നമ്മൾ മുകളിൽ ആഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യെല്ലോ ത്രെഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് മുകളിലായിട്ട് സോമാക്ക് വേവിങ് ചെയ്ത് കൊടുക്കാം. സോമാക്ക് വേവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ടുള്ള സിൽക്ക് യാണാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ മുടിയൊക്കെ പിന്നിടുന്ന പോലത്തെ സ്ലാൻഡിങ് ആയിട്ടുള്ള വീവിങ് പാറ്റേൺ ആണ് സോമാക്കിനുള്ളത്. സോമാക്ക് വീവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് യാൺ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യത്തെ 2 വെർട്ടിക്കൽ സ്ട്രാൻഡ്സിൻ്റെ അടിയിലൂടെ ഞാൻ ത്രെഡ് വലിച്ചെടുക്കുകയാണ്. ഒരു ചെറിയ പീസ് യാൺ നമ്മളവിടെ വിട്ടു കൊടുക്കണം. പുറത്തേക്കെടുത്ത നീളമുള്ള യാണാണ് നമ്മളിനി ബാക്കി വീവിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പുറത്തേക്കെടുത്ത ത്രെഡ് നമുക്കിനി രണ്ടാമത്തെ പെയറിൻ്റെ അടിയിലൂടെ മുകളിലേക്ക് എടുക്കാം. ഇനി സെയിം രീതിയിൽ തന്നെ മൂന്നാമത്തെ പെയറിൻ്റെ അടിയിലൂടെ എടുത്ത് മെല്ലെ പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ആ ലെയർ മൊത്തം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ സോമാക്കിൻ്റെ താഴത്തെ ലെയർ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ലെയർ നമ്മൾ വീവ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ത്രെഡ് നമ്മൾ തിരിച്ചെടുക്കണം. റൈറ്റ് സൈഡിലെ ലാസ്റ്റ് ത്രെഡിൽ നമ്മൾ 1-2 പ്രാവശ്യം ചുറ്റുക. അപ്പം നമ്മുടെ ത്രെഡ് മറ്റേ ഭാഗത്തേക്ക് തിരിഞ്ഞു വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ലൂം ജസ്റ്റ് ഒന്ന് തിരിച്ചു പിടിക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം രീതിയിൽ തന്നെ സോമാക്ക് തിരിച്ചു വീവ് ചെയ്ത് പോവാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏകദേശം നമ്മുടെ മുടി പിന്നിടുന്ന രീതിയിൽ സോമാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ത്രെഡ്സ് നമുക്ക് ആ ലാസ്റ്റ് ത്രെഡിലേക്ക് ചുറ്റിക്കൊടുക്കാം. നമ്മുടെ ടേപ്പസ്ട്രി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുറകുവശത്തേക്ക് നമുക്ക് ഈ ബാക്കി വന്ന ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ചെറിയ ബ്രാഞ്ച് എടുത്ത് ടേപ്പസ്ട്രി അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിലുള്ള ഭാഗം നമുക്ക് ലൂമിൽ നിന്നും വേർപെടുത്തി എടുക്കാം. നമുക്ക് ബ്രാഞ്ച് മെല്ലെ ആ മുകളിലത്തെ ത്രെഡ്സിലേക്ക് കയറ്റി കൊടുക്കാം. ഇനി നമുക്ക് താഴ്ഭാഗത്തെ ത്രെഡും ലൂമിൽ നിന്ന് വേർപെടുത്താം. ബാക്കി വരുന്ന ത്രെഡ്സ് എല്ലാം സൈഡിലേക്ക് വെച്ച് കെട്ടിയതിന് ശേഷം വളരെ സാവധാനം താഴെയുള്ള ഓരോ ത്രെഡായിട്ട് വലിച്ച് നമുക്ക് ടേപ്പസ്ട്രി മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴെ ലൂപ്പായിട്ട് കിടക്കുന്ന ത്രെഡ്സ് കട്ട് ചെയ്ത് കെട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രിഞ്ചസ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ താഴത്തെ ഫ്രിഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ ചെറിയ ഫ്രിഞ്ച് ഏതെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയ ഫ്രിഞ്ച് വേണമെങ്കിൽ സെമി സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെയുള്ള ഷേപ്പിൽ കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്രിഞ്ചസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടേപ്പസ്ട്രിയുടെ ഫ്രണ്ടിലേക്ക് നൂല് എന്തെങ്കിലും പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പുറകിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ടൈനി ഹാങ്ങിങ് ടേപ്പസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുകളിൽ ഒരു ലൂപ്പ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.